പ്രഷർ കുക്കറിൽ നല്ലൊരു ബീഫ് ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ബിരിയാണി ദമ്മിടൊന്നുമില്ല. നമ്മൾ പ്രഷർ കുക്കറിൽ മസാലയുടെ കൂടെ തന്നെ അരിയും കൂടെ ഇട്ട് വേവിക്കുന്ന ഒരു എളുപ്പത്തിലുള്ള ബിരിയാണിയാണിത്. ദം ബിരിയാണിയുടെ അത്രയും രുചി എന്തായാലും ദമ്മിടാത്ത ബിരിയാണിക്ക് ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും നമുക്ക് സമയമില്ലാത്തപ്പോഴൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണിത്. അപ്പോൾ ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കപ്പ് ജീരകശാല അരിയാണ്. ജീരകശാല അരിക്ക് പകരം ബസ്മതി അരി വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ജീരകശാല അരി തന്നെയാണ്. ആദ്യം നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ അരിയിൽ വെള്ളം ഒഴിച്ച് വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ വേറെ വേറെ നിൽക്കുന്ന നല്ല ചോറ് കിട്ടും. അപ്പോൾ അരമണിക്കൂറെങ്കിലും ഇത് അരി ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്തെടുക്കുക. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഞാനിവിടെ 1 കിലോഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിനറിലിട്ട് വെള്ളം മുഴുവനൊന്ന് കളഞ്ഞെടുക്കുക. ഞാനൊരു അല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് ബീഫ് കട്ട് ചെയ്തിട്ടുള്ളത്. ബിരിയാണിക്കാകുമ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിനി ബിരിയാണിയുടെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു വലിയ പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 6 ലിറ്റർ അളവിലുള്ള പ്രഷർ കുക്കറാണ്. അപ്പോൾ 4 കപ്പ് അരിയിൽ നിന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കുറഞ്ഞത് 6 ലിറ്ററെങ്കിലും അളവിലുള്ള പ്രഷർ കുക്കർ എടുക്കുന്നതായിരിക്കും നല്ലതെങ്കിൽ നമുക്ക് ഇതിൽ റൈസും മസാലയും ഒക്കെ കൂടി ഒരുമിച്ച് നന്നായിട്ട് വേവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ചെറിയ കുക്കറൊക്കെ ആകുമ്പോൾ അതിൽ ഇങ്ങനെ ചോറൊക്കെ തിങ്ങി നിറഞ്ഞ് ചോറൊരു ഉണ്ട പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരല്പം വലിയ പ്രഷർ കുക്കർ തന്നെ ഇത്രയും അളവിലുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ ശ്രദ്ധിക്കുക. പ്രഷർ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പശുവിൻ നെയ്യാണ്. ഇതിലേക്കൊരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ ഓയിലും കൂടി ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 4 കപ്പ് അരിക്ക് 4 സവാളയാണ് വേണ്ടത്. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ വാടി വരുമൊന്നും വേണ്ട. കുറച്ച് സമയം ഒന്ന് വഴറ്റിയാൽ മതി. 1 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. സവാള കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 3 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് 3 കൂടി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. 2 വലിയ തക്കാളിയാണ് ഞാൻ ചേർക്കുന്നത്. ചെറുതാണെങ്കിൽ 3 എണ്ണം വരെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളിയും ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെള്ളം കളഞ്ഞെടുത്ത ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫിൽ ഒട്ടും വെള്ളമില്ലാതെ വേണം ചേർക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബീഫ് ചേർത്തിട്ട് 1 മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം. മൂടിയിട്ടതിന് ശേഷം ആദ്യത്തെ വിസിൽ വരുന്നത് വരെ കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരുന്നത് വരെ ബീഫ് വേവിക്കാം. ഓരോ ബീഫിനും വേവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് കളർ നോക്കിയാൽ മനസ്സിലാവും. നല്ല റെഡ് കളറുള്ള ബീഫൊക്കെ ആണെങ്കിൽ വേവാൻ കുറേ സമയം എടുക്കും. ഈ ബീഫ് ഇപ്പോൾ ഒരു 4-5 വിസിലുകൊണ്ട് തന്നെ വെന്തോളും. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്തിടാം. 4-5 വിസിലിന് ശേഷം ഞാൻ ഈ പ്രഷർ കുക്കറിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. തുറന്നിട്ട് ബീഫൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളം വന്നിട്ടുണ്ട്. അത് ബീഫിലും സവാളയിലും തക്കാളിയിലും ഒക്കെയുള്ള വെള്ളമാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്.
ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം. 1/2 കപ്പ് വരെ മല്ലിയിലയും പുതിനയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 4-5 ടീസ്പൂൺ വരെ പശുവിൻ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് റൈസ് ചേർക്കേണ്ടതാണ്. അതിന് മുന്നേ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കണം, എങ്കിലേ ബിരിയാണി നന്നാവുള്ളൂ. അപ്പോൾ ഞാനിതിലിപ്പോൾ ഒരു 5 ടീസ്പൂൺ പശുവിൻ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ അരി വേവിക്കാനും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. അപ്പോൾ ഈ ഗ്രേവിയിൽ ഇപ്പോൾ ഒരു 3 കപ്പോളം വെള്ളമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അളന്നെടുക്കാം. ഒരു കപ്പ് ഉപയോഗിച്ചിട്ട് അളന്നെടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഒരു 3 കപ്പോളം വെള്ളം ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ 4 കപ്പ് അരിയാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് അരിക്ക് 6 കപ്പാണ് വെള്ളം വേണ്ടത്. അപ്പോൾ ഇതിൽ 3 കപ്പ് ഗ്രേവി ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വീണ്ടും 3 കപ്പ് കൂടി വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് അരിക്ക് ഇത് വേവാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് വെന്തില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം നല്ല കറക്റ്റ് അളവാണ്, എന്തായാലും വേവാതിരിക്കില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരി ചേർത്തിട്ട് വെള്ളം തിളച്ച ഉടനെ തന്നെ അതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കണം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരി വേവിക്കാൻ, എങ്കിലേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. മാത്രമല്ല അങ്ങനെ വേവിച്ചാൽ നെയ്ച്ചോറ് നന്നായി കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 1.5 കപ്പ് വെള്ളത്തിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി വെള്ളം തിളക്കുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം. വെയിറ്റ് ഇടൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിലുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച അരിയിലെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ വെള്ളവും കളഞ്ഞിട്ട് വേണം അരി ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അരി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അരി ചേർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളത്തിൻ്റെ അളവ് പാകമാണോ എന്ന്. കാരണം വെള്ളത്തിനേക്കാളും ഒരു 1/2 ഇഞ്ച് താഴ്ന്നിട്ടായിരിക്കണം അരി ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. 2 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ലോ ടു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് കൊടുക്കുക, ഫ്ലെയിം കുറച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു വിസിലും കൂടി വന്ന ഉടനെ ഓഫ് ചെയ്യാം. മൊത്തം 2 വിസിൽ വരുന്നത് വരെ മാത്രം വേവിച്ചാൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് അരി വെന്ത് കിട്ടും. 2 വിസിലിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ മസാലയൊക്കെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചൂടോട് കൂടിയിട്ട് കുറേ ബലം കൊടുത്ത് മിക്സ് ചെയ്യരുത്, അപ്പോൾ ചോറ് ഇങ്ങനെ ഉടഞ്ഞു പോകും. കുറച്ചൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ചത് കൊണ്ട് തന്നെ നമ്മളിതിൻ്റെ അടപ്പ് തുറന്നു കഴിഞ്ഞാലും കുറേ സമയത്തേക്ക് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചോറ് വല്ലാതെ ഇളക്കി കൊടുത്താൽ ചോറ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ചൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി കുക്കർ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. നമുക്കിത് ദം ചെയ്യാൻ കൂടുതൽ സമയം എടുക്കില്ല. അതുപോലെ നമുക്ക് നെയ്ച്ചോറൊന്നും വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഒരു പാത്രത്തിൽ ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ജോലി കുറേ എളുപ്പമാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റി ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. പിന്നെ നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിന്റെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഈ ഓൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.